ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ ഈ പൊടോറിയപ്പം കഴിച്ചിട്ടുണ്ടോ? ഒരുപാട് പൊടോറിയപ്പങ്ങളുണ്ട്. അതിലൊരു പൊടോറിയപ്പാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതിനുമുമ്പ് ഈ പൊടോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ? കണ്ണൂരെല്ലാവർക്ക് വേഗം തിരിഞ്ഞിട്ടുണ്ടാവും, അതായത് മനസ്സിലായിട്ടുണ്ടാവും എന്ന്. അവർക്ക് പൊടോറി എന്താണെന്നേ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവർ ഈ പൊടോറിയപ്പം കഴിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മൾ മില്ലേനിയൽസിന് അധികം പരിചിതമല്ലാത്ത നമ്മുടെ അമ്മമ്മയുടെ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ അറിയുന്ന, കാലത്തിനൊപ്പം മാഞ്ഞുപോയ, മറന്നുപോയ ആ വിഭവമാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ആക്ച്വലി നിങ്ങൾക്ക് പൊടോറി എന്താണെന്നറിയോ? അതിൻ്റെ ശരിക്കുള്ള വാക്ക് പുടമുറി എന്നാണ്. നമ്മൾ കണ്ണൂർ അതിന് പൊടോറി എന്ന് പറയും. പണ്ട് ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ കല്യാണം എന്നൊരു വാക്കേ ഉണ്ടായിരുന്നില്ല, എല്ലാം പൊടോറിയായിരുന്നു. അപ്പോൾ ആദ്യ അപ്പത്തിന് വേണ്ടി തേങ്ങ ചിരവിയതെടുത്തിട്ട് അതിലാവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നിങ്ങൾക്കറിയോ, ഇപ്പോൾ കല്യാണത്തിന് ചെറുക്കൻ പെണ്ണിന് സാരിയല്ലേ പന്തലിൽ വെച്ച് കൊടുക്കാറ്. എന്നാൽ പണ്ട് ഡബിൾ മുണ്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പുടവ കൊടുക്കുന്നത് കൊണ്ടാണ് പൊടോറി എന്ന പേര് വന്നത് എന്ന് പഴയ തലമുറയിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ വേറൊരാൾ പറഞ്ഞ കഥ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് ഞാൻ പറയാട്ടോ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ പേരിൻ്റെ പിറകിലുള്ള കഥ അറിയാമെങ്കിൽ അത് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഓരോരോ പ്രദേശത്തും എത്തുമ്പോഴും കഥകളും പേരുകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? പണ്ടത്തെ ആൾക്കാർക്ക് എത്ര കല്യാണം വേണമെങ്കിലും കഴിക്കായിരുന്നു എന്ന്, അത് പുരുഷനായാലും സ്ത്രീ ആയാലും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോലുള്ള പാത്തും പതുങ്ങിയുള്ള അവിഹിതം വളരെ കുറവായിരുന്നു. തീർത്തും ഇല്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്ന പഴയ തലമുറയിൽപ്പെട്ട ഒരാൾ. അയാളുടെ പൊടോറി കഴിഞ്ഞ് പൊടോറി വിരുന്നിന് അച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ അച്ഛൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുത്ത അപ്പാണത്രേ ഇത്. അതിൽ അതിശയകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാര്യമാർ തമ്മിലൊക്കെ നല്ല ടേംസിലായിരിക്കും അത്രേ. ഒരാൾക്ക് തന്നെ 4-5 ഭാര്യമാരുണ്ടാവും. എല്ലാ ബന്ധവും ഒരേ സമയം അവർ നിലനിർത്തി പോവും. അതുപോലെ തന്നെ ഒന്നിച്ച് കഴിയാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഒഴിവാക്കും. സ്ത്രീയും വേറെ കല്യാണം കഴിക്കും, പുരുഷനും വേറെ കല്യാണം കഴിക്കും. നമ്മുടെ തലമുറയെ പോലെ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിവാഹബന്ധം തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു എന്ന് വെച്ച് ഡിപ്രഷൻ അടിച്ച് കഴിയുന്ന ഒരു തലമുറയേ അല്ലായിരുന്നു അവർ. അവർ രണ്ടും സ്ത്രീകളും പുരുഷന്മാരും 2-3 കല്യാണമൊക്കെ സുഖമായിട്ട് കഴിച്ച് ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പാത്തും പതുങ്ങിയുള്ള അവിഹിതത്തിന് അവർക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ തലമുറ തിരിച്ചു പോകുന്നത് അങ്ങോട്ടേക്കാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കഥ കേൾക്കുന്നതിനോടൊപ്പം ഈ കാഴ്ചയും കാണുന്നില്ലേ അല്ലേ? ഈ പപ്പടം ഞാൻ വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പപ്പടം പല തരത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഈ പപ്പടത്തിൽ തേങ്ങയും പഞ്ചസാരയും ഫില്ല് ചെയ്തിട്ട് ഈർക്കൽ വെച്ചിട്ട് അതിനെ 2 സൈഡിലും ഇതുപോലെ കുത്തി വയ്ക്കാം. നേരത്തെ കണ്ടതുപോലെ തേങ്ങാപ്പാലെടുത്തിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് വരില്ല എന്ന് ഉറപ്പ് വരുത്തണം. കുറച്ച് പാടുള്ള പണിയാണ് കേട്ടോ. ഒരുപാട് സമയം കുതിർത്ത് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. അതുകൊണ്ട് അധികം കുതിർക്കാൻ പാടില്ല. അതിന് മുമ്പ് തന്നെ എടുത്തിട്ട് ഫില്ല് ചെയ്യണം. എന്നിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അത് തിളക്കാൻ വെയിറ്റ് ചെയ്യാം. ആക്ച്വലി അവിഹിതങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ലൈംഗിക അതിക്രമങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. വിവാഹം കഴിച്ച സ്ത്രീയുടെ റെസ്പോൺസിബിലിറ്റി തൻ്റെ മേലിൽ വന്ന് ചേരുമെന്നുള്ളതുകൊണ്ട് കുറുക്ക് വഴി തേടി പോകുന്നവരും ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിട്ടുള്ളവരൊക്കെ അന്നും ഇന്നും ഉണ്ട്. പ്രത്യേകിച്ചും മേൽജാതിയിലുള്ളവർ കീഴ്ജാതിയിലുള്ള പെണ്ണുങ്ങളെ ഒരുപാട് ഉപദ്രവിച്ച കഥകളൊക്കെ നമ്മളൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലേ. പൊടോറിയുടെ 2ാമത്തെ കഥ ഞാൻ പറഞ്ഞില്ല അല്ലേ, എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നുള്ള ആ കഥ. ഈ കഥ എനിക്ക് പറഞ്ഞു തന്നത് കണ്ണൂരിലെ നമ്പ്യാർ സമുദായത്തിലെ ഒരാളാണ് കേട്ടോ. അവരുടെ കുടുംബത്തിൽ ആചരിച്ചു വന്നിരുന്ന രീതികളും എന്തുകൊണ്ടാണ് ഈ പൊടോറി എന്ന അല്ലെങ്കിൽ പുടമുറി എന്ന പേര് വന്നത് എന്നുള്ള ആ കഥ. അതിനിടയ്ക്ക് തേങ്ങയും പഞ്ചസാരയും ഇടയ്ക്ക് കുറച്ച് പുറത്തേക്ക് വന്നിട്ട് എൻ്റെ എണ്ണയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. ചിലതിന് പുറത്തേക്ക് വരുന്നുണ്ട്, ചിലതിന് വരുന്നില്ല. അന്ന് കല്യാണം എന്ന് പറഞ്ഞത് വലിയ ഗ്രാൻഡായിട്ടുള്ള ചടങ്ങൊന്നും ആയിരുന്നില്ല അന്ന്. ഒരു ചെറുക്കന് ഒരു പെണ്ണിനെ ഇഷ്ടമായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വഴിയിൽ വെച്ച് കണ്ടതാകാം, ചിലപ്പോൾ ഒരേ നാട്ടിലുള്ളവരാകാം. ആ ചെറുക്കൻ കാരണവറയും കൂട്ടി പെണ്ണിൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് ഈ പുടവം മുണ്ടും കിഴിപ്പണവും തളികയിൽ വെച്ചു കൊടുക്കും. മിക്കവാറും സന്ധ്യാനേരങ്ങളിലായിരിക്കും ഈ ചടങ്ങ് നടക്കുക. പെണ്ണിന് ചെറുക്കനെ ഇഷ്ടമായി കഴിഞ്ഞാൽ ആ പുടവയോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന പണത്തിൻ്റെ കിഴി അവർ മുറിക്കും. അപ്പോൾ പെണ്ണിന് വിവാഹത്തിന് സമ്മതമാണ് എന്നർത്ഥം വരികയും അന്ന് രാത്രി തന്നെ അയാൾ അവിടെ കഴിഞ്ഞ് അന്ന് മുതൽ വിവാഹബന്ധം ആരംഭിക്കുകയും ചെയ്യും.
അതായത് അവിടെ വെച്ച് പൊടോറി കഴിഞ്ഞു എന്നർത്ഥം. അന്നൊക്കെ കണ്ണൂരിൽ മാട്രിലീനിയൽ, അതായത് മരുമക്കത്തായ സമ്പ്രദായമായതുകൊണ്ട് സ്ത്രീയുടെ വീട്ടിൽ തന്നെയാണ് പുരുഷൻ താമസിക്കുക. പൊടോറി കഴിഞ്ഞതിന് ശേഷം അവർ 2-3 ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ഓരോരോ പൊടോറിയപ്പം ബന്ധുക്കൾ ഉണ്ടാക്കി കൊടുക്കും. അത്രയേ ഉള്ളൂ ചടങ്ങുകൾ. അപ്പോൾ അതാ നമ്മുടെ ഈ പൊടോറിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പുതിയതാണോ പഴയതാണോ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, സംഗതി ടേസ്റ്റിയാണ്. നമുക്കും പഴമക്കാരുടെ പൊടോറിയിലെ ചില കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണല്ലേ. ഏത്? അതല്ല, തീർത്തും ലളിതമായിട്ടുള്ളൊരു കല്യാണം. ഒരുപാട് ആഡംബരങ്ങൾ ഒരുക്കി 1 വർഷത്തിനുള്ളിൽ പിരിയുന്നതിനേക്കാൾ നല്ലത് തീർത്തും ലളിതമായിട്ടുള്ള വിവാഹം നടത്തി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ദീർഘകാലം ജീവിക്കുന്നതല്ലേ അല്ലേ? അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പറ്റുമെങ്കിൽ ആ ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് ഓപ്റ്റ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.